നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞു. നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിന് ശേഷമായിരുന്നു പ്രതിഷേധം. ചടങ്ങിൽ RSSും സംഘപരിവാറും രാജ്യത്തിൻ്റെ ആത്മാവിൽ വിഷം കലർത്തിയിരിക്കുന്നുവെന്നും നാം ജാഗ്രതയോടെ കഴിയണമെന്നും തുഷാർ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. BJPക്കും RSSനുമെതിരെയുള്ള പരാമർശം പിൻവലിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. തുഷാർ ഗാന്ധിക്ക് പിന്തുണയറിയിച്ച് ചില കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധിജിക്കും തുഷാർ ഗാന്ധിക്കും ജയ് വിളിച്ച് രംഗത്തെത്തി. RSS മുർദാബാദ് എന്നും ഗാന്ധിജി സിന്ദാബാദും എന്നും എഴുതിയ മുദ്രാവാക്യം മുഴക്കിയ തുഷാർ ഗാന്ധി പ്രതിഷേധക്കാരെ വകവെക്കാതെ കാറിൽ കയറി പോവുകയായിരുന്നു. കാറിന് മുന്നിൽ നിന്നടക്കം RSS BJP പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. തുഷാർ ഗാന്ധിയെ BJP RSS പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധവുമായി നേതാക്കൾ. കേരളത്തിന് അപമാനകരമായ സംഭവമാണ് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ ഹീനമായ നടപടിക്ക് കേരളത്തിൻ്റെ മതേതര മനസ്സ് മാപ്പ് നൽകില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും പറഞ്ഞു. ഗോഡ്സെയുടെ പ്രേതമാണ് BJPയെയും RSSനെയും ബാധിച്ചിരിക്കുന്നതെന്നും ഗാന്ധിജിയെ തമസ്കരിച്ച് ഗോഡ്സെയെ വാഴ്ത്തുന്ന വർഗീയ ശക്തികൾക്ക് കേരളത്തിൻ്റെ മതേതര മണ്ണിൽ സ്ഥാനമില്ലെന്നും K സുധാകരൻ കൂട്ടിച്ചേർത്തു. സംഘപരിവാർ നടപടിക്ക് നീതീകരണമില്ലെന്ന് VM സുധീരൻ പറഞ്ഞു. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുമെന്ന RSS BJP അജണ്ട കേരളത്തിൽ ബലപ്പോവില്ലെന്നും എന്നാൽ സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ ചെറുവിരൽ അനക്കാത്ത പോലീസ് നടപടി അത്ഭുതപ്പെടുത്തുന്നുവെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. ധിക്കാരവും മാപ്പില്ലാത്ത കുറ്റവുമാണിതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. ദില്ലിയിലെ കേരള ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറും കേരളത്തിൻ്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസും പങ്കെടുത്തു. വയനാട് ദുരന്ത സഹായവും വിഴിഞ്ഞവുമൊക്കെ ചർച്ചയായെങ്കിലും ആശാവർക്കർമാരുടെ പ്രതിസന്ധി മുഖ്യമന്ത്രി ഉന്നയിച്ചില്ലെന്നാണ് വിവരം. വയനാട്ടിലെ ദുരന്ത സഹായ വായ്പയുടെ കാലാവധി നീട്ടണമെന്നും ദുരന്ത സഹായം പൂർണ്ണമായും ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ വികസനത്തിനും കേന്ദ്രത്തിൻ്റെ കൂടുതൽ ഇടപെടൽ തേടിയെന്നും ഉപാധികളില്ലാതെ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണമെന്നും ആവശ്യം മുൻപോട്ട് വെച്ചെന്നാണ് വിവരം. 1925 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും നടത്തിയ സമാഗമം ഒരു ജനതയുടെ ആകെ ഭാഗ്യമായി മാറുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അന്ന് നേരിനെ കൈപിടിച്ചണച്ച ആധുനിക കേരളത്തെയും ഇന്ത്യയെയും രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനമായ കൂടിക്കാഴ്ചയായിരുന്നു അതെന്നും ശിവഗിരിയിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ ഗാന്ധി ഗുരു സംഭാഷണത്തിൻ്റെ 100ാം വാർഷിക ദിനത്തിൽ VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിലും വിപുലമായ പരിപാടികളാണ് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്നത്. മുഖ്യമന്ത്രിക്കും കേരള സർക്കാരിനുമെതിരെ വിമർശനവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ദേശീയ പാതയുടെ കാര്യത്തിലടക്കം എൻ്റെ മരുമകൻ എന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് സുരേന്ദ്രൻ പരിഹസിച്ചു. വികസനത്തിന് കൂടുതൽ സഹായം കേരളത്തിന് കിട്ടണമെങ്കിൽ അത് കേന്ദ്രത്തോട് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നും അതിനു പകരം കേന്ദ്രം കേരളത്തെ ഞെക്കിപ്പിഴിയുന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഫൈനൽ വരെ എത്തിയ കേരള ടീമിലെ താരങ്ങൾ ആരും സർക്കാർ ജോലിക്കായി അപേക്ഷ നൽകിയിട്ടില്ലെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ നിയമസഭയിൽ പറഞ്ഞു. രഞ്ജി ടീമിലെ താരങ്ങൾക്ക് സർക്കാർ ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മന്ത്രിയുടെ വിശദീകരണം. കേന്ദ്ര തലത്തിലും പ്രായപരിധി കർശനമായി പാലിക്കാനുള്ള തീരുമാനവുമായി CPM. പ്രായപരിധിയിൽ ഇളവ് പിണറായിക്ക് മാത്രം നൽകാനാണ് തീരുമാനം. മുഖ്യമന്ത്രിയായി തുടരുന്നിടത്തോളം PBയിൽ നിലനിർത്തും. പ്രായപരിധിയിൽ ഇളവിനുള്ള നിർദ്ദേശം സംഘടനാ റിപ്പോർട്ടിലില്ല. അതേസമയം പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ PBയിൽ നിന്ന് ഒഴിവാകും. കോഴിക്കോട് നിന്നുള്ള 516 ഹജ്ജ് തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. മാറ്റം ആവശ്യപ്പെട്ടത് 3000 പേരാണെന്നും കൂടുതൽ അപേക്ഷകൾ വന്നാൽ നറുക്കെടുപ്പിലൂടെ തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുമെന്നും അബ്ദുള്ളക്കുട്ടി അറിയിച്ചു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് കണ്ണൂരിനെയും കൊച്ചിയെയും അപേക്ഷിച്ച് 40,000 രൂപ അധികം നൽകേണ്ടി വരുന്നുണ്ട്. ആശാ വർക്കർമാരുടെ സമരത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച് ജോൺ ബ്രിട്ടാസ് MP.
ദില്ലിയിൽ അദ്ദേഹത്തിന് ഒരു പണിയുമില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് നിലവിലെ പ്രവർത്തികളെന്നും പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോഴാണ് ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഇങ്ങനെ തമ്പടിക്കുന്നതെന്നുമാണ് ജോൺ ബ്രിട്ടാസിൻ്റെ പരിഹാസം. സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് BJP-ക്കാർ പോലും വിശ്വസിക്കുന്നില്ലെന്നും ജോൺ ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു. ആശാപ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ആശാ സമരത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രിയുമായി MPമാർ 45 മിനിറ്റ് ചർച്ച ചെയ്തു. ആശാ വർക്കർമാരുടെ പ്രതിസന്ധി അറിയിച്ചുവെന്നും അനുഭാവപൂർണമായി ധനമന്ത്രി ആവശ്യങ്ങൾ കേട്ടുവെന്നും UDF MPമാർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ലഹരിക്കെതിരെ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനായി സമഗ്ര നടപടികൾ സ്വീകരിക്കാൻ ADGP മനോജ് എബ്രഹാമിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ലഹരിക്കെതിരെയുള്ള നടപടികൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധനകൾ ഊർജിതമാക്കും. മുൻപ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുടെ വീടുകളിലും ഒളിത്താവളങ്ങളിലും കൂടുതൽ പരിശോധന നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ ടൗൺഷിപ്പിലേക്കുള്ള ഒന്നാംഘട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട 199 ഗുണഭോക്താക്കളുമായി ജില്ലാ കളക്ടർ കൂടിക്കാഴ്ച നടത്തി. സർക്കാർ നിർദ്ദേശിച്ച നിബന്ധനകൾ അനുസരിച്ച് വീട് നിർമ്മാണത്തിനു വേണ്ടി 22 പേർ മാത്രമാണ് സമ്മതപത്രം നൽകിയത്. ഒരാൾ മാത്രമാണ് 15 ലക്ഷം എന്ന സാമ്പത്തിക സഹായം അംഗീകരിച്ചത്. നിലവിലെ പാക്കേജ് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഭൂരിഭാഗം ദുരന്തബാധിതരും. കേരളത്തിൻ്റെ വ്യവസായ റാങ്കിങ്ങിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ തർക്കം. കള്ളക്കണക്കുകളാണ് സർക്കാർ അവതരിപ്പിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് വിമർശനമുയർന്നു. പ്രതിപക്ഷം കേരള വിരുദ്ധരാണെന്ന് വ്യവസായ മന്ത്രി തിരിച്ചടിച്ചു. മന്ത്രിയുടെ മറുപടികൾക്കിടയിലും ബഹളം ഉണ്ടാക്കിയതിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്പീക്കർ ശാസിച്ചു. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതാണെന്ന സർക്കാരിൻ്റെ അവകാശവാദത്തെ സഭയ്ക്ക് അകത്തും പുറത്തും എതിർക്കുന്നത് തുടരുകയാണ് പ്രതിപക്ഷം. അപകീർത്തി പരാമർശത്തിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷാന ബീഗം ഉത്തരവിട്ടു. AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MPയുമായ KC വേണുഗോപാൽ നൽകിയ ഹർജിയിന്മേലാണ് നടപടി. ഒരുവിധ തെളിവിൻ്റെയും പിൻബലമില്ലാതെ ശോഭാ സുരേന്ദ്രൻ തുടർച്ചയായി KC വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചതിനെതിരായാണ് ക്രിമിനൽ നടപടി പ്രകാരം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന്. അടുപ്പുകൾ കൂട്ടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആറ്റുകാല ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഭക്തർ. രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾ തുടങ്ങും. 10:15 അടുപ്പ് വെട്ട്. 11:15 നിവേദ്യം. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ ജയിലിലേക്ക് മാറ്റി. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.